ഫുട്ബോൾ എന്ന് പറയുമ്പോഴുണ്ടല്ലോ മനസ്സിലൊരു രോമാഞ്ചമാണ്. പ്രത്യേകിച്ച് അർജൻറ്റീനയും കൂടെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഇതെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പോയി. ആ ടെൻഷൻ്റെ ആ പരമ കോടിയിലെത്തിച്ച ദിവസമായിരുന്നു ഇന്നലെ. ഇത്രമേൽ ടെൻഷൻ അനുഭവിച്ച ഒരു കളിയില്ലായിരുന്നു. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അതിമനോഹരമായ കളി, ഇതാണടാ തിരിച്ചുവരവ് എന്ന് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. കാരണം 79 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം ആ തിരിച്ചുവരവുണ്ടല്ലോ, അസാധ്യമെന്ന് പലരും എഴുതിത്തള്ളിയ ആ മത്സരം, അത് തിരിച്ചു കൊണ്ടുവരുന്ന ആ പവറുണ്ടല്ലോ, ആ ദൈവം, ഫുട്ബോൾ ദൈവം എന്നൊക്കെ ആരാധകർ വിശേഷിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യൻ, ആ കുഞ്ഞു മനുഷ്യൻ മെസ്സി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാലിലൂടെ ഒരു മായാജാലം തീർക്കുന്നതാണ് നമ്മൾ കണ്ടത്. പല മായാജാലങ്ങളും നമ്മൾ പലപ്പോഴും മെസ്സിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആരാധകരെന്താവശ്യപ്പെട്ടോ, നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ കാണത്തില്ലേ ആരാധകർ, ഇപ്പം അർജൻറ്റീനയുടെ കളി കാണുമ്പം അന്നത്തെ രാത്രിയിലെ എല്ലാം മെസ്സി ഇങ്ങനെ ഗോളുകൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 2-3 ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം അസാധ്യമായിട്ട് തിരിച്ചു വരുന്ന മെസ്സിയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അത് ആരാധകരെ സംബന്ധിച്ചൊരു ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിനുശേഷം സ്വപ്നത്തിൽ ഉണർന്നു കഴിയുന്നതിന് ശേഷം അത് സത്യമല്ലെന്നൊക്കെ അറിയുന്ന ഒരു നിമിഷമുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കാരണം ലാസ്റ്റ് 13 മിനിറ്റ് കൊണ്ട് 3 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. എക്സ്ട്രാ ടൈമിൽ പോലും പ്രവേശിച്ചില്ല എന്നുള്ളതാണ്. അതിനു മുമ്പേ വിജയിച്ചു. എനിക്ക് തോന്നുന്നു ലാസ്റ്റിലത്തെ ഒരു 10-15 മിനിറ്റ് എൻ്റെ മനസ്സിലെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ ഗോൾ മഴ തീർക്കുമോ എന്നൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചത്. കാരണം അർജൻറ്റീന അത്രമേൽ അടിച്ചു കയറിയത്, ഈജിപ്റ്റ് ഒറ്റ ബോൾ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ആദ്യത്തെ ബോൾ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലയണൽ മെസ്സിയുടെ പാസിൽ നിന്ന് ആ ഹെഡറിലൂടെ നേടിയ ഗോൾ, ആ മെസ്സി ടച്ച് ഉണ്ടല്ലോ, കൃത്യമായിരുന്നു. അത് തല വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അത് വെച്ചു കൊടുത്തു, കൃത്യമായിട്ട് നേടുകയും ചെയ്തു. 30 മിനിറ്റ് വരെ ഈജിപ്റ്റ് മുന്നിലായപ്പോഴും സാധാരണ കേസിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വിഷാദ മൂകനായി എവിടെയെങ്കിലും മാറി അല്ല കേൾക്കുന്നവരോടും കാണുന്നവരോടും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ. പക്ഷേ 79 മിനിറ്റ് കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഈ കളി ജയിക്കും, അവൻ അവിടെ ഉണ്ട്, വേറെ ആരുമില്ല, മെസ്സി അവനോട് അത്ഭുതം കാട്ടും എന്നൊക്കെ മനസ്സ് വിചാരിച്ചെങ്കിലും വളരെ വൈകി 79-ാം മിനിറ്റിൽ ആ അത്ഭുതം കാട്ടിത്തരിക. ആ മാന്ത്രിക സ്പർശം, ആ പാസ്, ഹെഡർ, ഗോള്. പിന്നെ നമുക്കറിയാം ഏതായാലും തീരുന്നതിന് മുമ്പ് അടിച്ചു കയറും. ഞാൻ വിചാരിച്ചത് ടൈ ആയിട്ട് നിൽക്കും, ഒരു ഗോളും കൂടെ അടിക്കും, അതിനുശേഷം എക്സ്ട്രാ ടൈമിലേക്ക് മറ്റു ഗോളടിച്ച് കളി ജയിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്നുണ്ട്, ഒരു മെസ്സി മാജിക്ക് എന്ന് പറയുന്ന മാജിക്കാണ് രണ്ടാമത്തെ ഗോളിൽ കണ്ടത്. ആ മനുഷ്യൻ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തി. അതിന് പ്രായശ്ചിത്തം എന്ന നിലയിലാണ് മറ്റൊരു ഗോളുമായി അദ്ദേഹം വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വേറെ ഒരു കളിയിലും കൂടെ പെനാൽറ്റി നഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രാവശ്യം തന്നെ. അന്നും ആ മനുഷ്യൻ 2 ഗോളടിച്ചാണ് ഈ ഓസ്ട്രിയക്കെതിരെയായിരുന്നു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു. അതിനുശേഷം അവർക്കെതിരെ 2 ഗോളടിച്ച് ഒരു തിരിച്ചുവരവുണ്ട്. മിക്കവാറും ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പെനാൽറ്റിയിലൊക്കെ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മാനസികമായിട്ട് ഇതാണ്. അതുകൊണ്ടാകാം ആ മനുഷ്യൻ ലോകകപ്പ് തോറ്റപ്പോൾ പോലും കരയാത്ത ആ മനുഷ്യൻ ഇരുന്ന് പൊട്ടി കരയുന്ന കണ്ടു. ഒരു വല്ലാത്ത തിരിച്ചുവരവാണ് എൻ്റെ മെസ്സി. ലോകമെമ്പാടും നിങ്ങളെ ആരാധിക്കുന്നതേ വെറുതെ അല്ല എന്ന് നിങ്ങൾ ഇന്നലെ കാണിച്ചത്. കാരണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ, അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ച് ഒരു വശത്തു നിന്ന് ബ്രസീൽ, ഒരു വശത്തു നിന്ന് റൊണാൾഡോയുടെ ആൾക്കാർ, ഒരു വശത്തു നിന്ന് എംബാപ്പയുടെ ആൾക്കാർ, ഇവരെല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമടേ. കാരണം ലാസ്റ്റ് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഞങ്ങൾ 5 ഗോളിന് പിറകിലാണെങ്കിലും അടിച്ചു കയറ്റി ഞങ്ങളെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന
ഒരു അർജൻറ്റീന ആരാധകൻ്റെ മനസ്സുണ്ടല്ലോ, അതാ മനുഷ്യൻ കാണിച്ചത്. നിങ്ങൾക്ക് ഒരു അർജൻറ്റീനക്കാരനും അല്ലെങ്കിൽ അർജൻറ്റീന ആരാധകനും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തില്ല. ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിളംബരമായിരുന്നു ആ ഗോളുകളെല്ലാം. ഒരു രക്ഷയില്ല. നമ്മൾ സത്യം പറഞ്ഞ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. സിരകളിലെല്ലാം ഒരു രക്തപ്രവാഹമായിരുന്നു, ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ആ 10-15 മിനിറ്റ് തകർത്ത് വാരിയെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം വിചാരിക്കുകയും ചെയ്തു, ഈ അർജൻറ്റീന ഇന്നലത്തെ കളി തോറ്റിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെടുമായിരുന്നു. പിന്നെ അതിനുശേഷം സുഖമായിട്ട് കിടന്നുറങ്ങി. എന്താ ഇനിയും അടുത്ത കളിക്ക് വേണ്ടി കാത്തിരിക്കുക, ക്വാർട്ടർ എന്താണെന്നറിയാൻ വേണ്ടി. ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലെ 100% വിശ്വാസം. അത് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം മെസ്സിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന, അർജൻറ്റീനയെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ടല്ലോ കമൻ്റ് ഇടുക, ഇന്നലത്തെ കളിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.